സർക്കാരിനും സിസ്റ്റത്തിനും നാണക്കേടായി കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം. പിടികൂടിയത് തളാപ്പിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിനു സമീപത്തെ കിണറിൽ നിന്ന്. പോലീസിനെയും നാട്ടുകാരെയും വെട്ടിച്ചു മുങ്ങി നടന്നത് 6 മണിക്കൂർ. ഗോവിന്ദച്ചാമിയെ പിടികൂടിയത് നാട്ടുകാരുടെ കരുതലിൽ. ഞാൻ അടുത്ത് ഇപ്പം ജസ്റ്റ് ഒന്ന് കണ്ടു. അപ്പോൾ അയാൾ ജസ്റ്റ് ഒന്ന് നോക്കി നോർമലി അങ്ങ് നടന്നുപോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് തൊട്ടടുത്ത് ഒരു ചായക്കടയിലുള്ള ഒരാളോട് ചോദിച്ചു, ഇത് ഇന്ന ആളാണോ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ നമുക്ക് നോക്കാമെന്ന് കരുതി ഞങ്ങൾ ജസ്റ്റ് തിരിയുമ്പോഴേക്കും ആളെ വിളിച്ചപ്പോഴേക്കും ആൾ തൊട്ടെന്ന് തന്നെ പേര് വിളിച്ചു. ഇതാ ഗോവിന്ദച്ചാമി എന്ന് വിളിക്കുമ്പോഴേക്കും തന്നെ ആൾ ഉടനെ തന്നെ മതിൽ, ഈ പണി നടക്കുന്ന വീടിൻ്റെ ഉള്ളിലെ മതിലേക്ക് വന്ന് ആ മതിലെടുത്ത് ചാടി കാട്ടിലേക്ക് പോകണം ചെയ്തിട്ടുണ്ടായിരുന്നു. ജയിൽ ചാട്ടത്തിന് പിന്നിൽ 1.5 മാസത്തെ ആസൂത്രണം. ജയിലഴി മുറിച്ചു മാറ്റിയത് പല ദിവസങ്ങളിലായി. ഹാക്സോ ബ്ലേഡ് കിട്ടിയത് ജയിലിലെ വർക്ക്ഷോപ്പിൽ നിന്ന്. വടം കെട്ടാൻ തുണികൾ ശേഖരിച്ചത് സഹതടവുകാരുടേത്. ശരീരഭാരം കുറയ്ക്കാൻ ആഹാരവും ക്രമീകരിച്ചു. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ചൂണ്ടിക്കാട്ടുന്നത് അടിമുടി വീഴ്ചയിലേക്ക്. ജയിലിൽ ഇല്ലെന്നറിഞ്ഞത് മണിക്കൂറുകൾക്ക് ശേഷം. ജയിൽ വളപ്പിൽ ഒളിച്ചിരുന്നത് 2 മണിക്കൂർ. 4 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഗോവിന്ദച്ചാമിക്ക് ജയിലിനുള്ളിൽ സഹായം കിട്ടിയിട്ടുണ്ടെന്ന് സൗമ്യയുടെ അമ്മ. ഈ ഗോവിന്ദച്ചാമി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ ആരുടെല്ലോ സഹായം അവനുണ്ടായിട്ടുണ്ട്. അവനല്ലാതെ ഒരിക്കലും അവന് ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു മതിലും ഈ ജയിലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനും എല്ലാ സൗകര്യങ്ങളും ആരോ അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്.